നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പകരക്കാരനില്ലാത്ത അമരക്കാരനാണ് PT എന്ന മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. തൊടുപുഴ മൈനോറിറ്റി കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട്ടുകവലയിൽ PT തോമസ് അനുസ്മരണം നടത്തി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ NGOകളുടെ സഹകരണത്തോടെ 26-ന് മൂൺലൈറ്റ് വാക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫ്യൂസ് ഊരുവാനെത്തിയ KSEB അധികൃതരെ തടഞ്ഞ് ഉപഭോക്താക്കളും നഗരസഭാ ചെയർമാനും. KSEBയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക് പണം നൽകില്ലെന്ന നിലപാടുമായി ഉപഭോക്താക്കളും KSEB ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കം. വാർത്തകൾ വിശദമായി. പകരക്കാരനില്ലാത്ത അമരക്കാരനാണ് PT എന്ന് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ്. PT സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ച 2ാമത് PT തോമസ് ചരമവാർഷികം ദിവ്യരക്ഷാലയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PT സ്റ്റഡി സെന്റർ ചെയർമാൻ മനോജ് കോക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ PT കർമ്മശ്രേഷ്ഠ പുരസ്കാരം റോബിൻ ബസ് ഉടമ ഗിരീഷിന് നൽകി. PT സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച PT തോമസിന്റെ 2ാം ചരമവാർഷികം ആചരിച്ചു. മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിന്റെ ഉദ്ഘാടനം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് നിർവഹിച്ചു. കടുത്ത ഗ്രൂപ്പ് മത്സരം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് തോമസ് അന്ന് അദ്ദേഹത്തിൻ്റെ സാങ്കേതികാർത്ഥത്തിൽ നേതാവും യഥാർത്ഥത്തിൽ എതിർ ഗ്രൂപ്പിൻ്റെ നേതാവുമായിരുന്ന സാക്ഷാൽ കരുണാകരൻ്റെ മകനുമായി ഒരു സിനിമയുമായി ബന്ധപ്പെടുത്തി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കരുണാകരനോട് ബാലഗോപാലനെ എണ്ണ തേൽപ്പിച്ച് മാത്രം നടക്കരുത് എന്ന് പറഞ്ഞ വളരെ ലോകപ്രസിദ്ധമായ ഒരു പ്രയോഗം തോമസ് അന്ന് നടത്തിയത് അക്കാലത്തും ഇക്കാലത്തും ആളുകൾ ഓർമ്മിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. പക്ഷെ അതൊന്നും തോമസിന് വ്യക്തിപരമായ ഒരു തലത്തിലുള്ള വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ചില കാര്യങ്ങളിൽ എനിക്കും തോമസുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും വ്യക്തിപരമായ തലത്തിൽ ആയിരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല അനുഭവം തോമസ് MP ആയിരിക്കുന്ന സമയത്ത് ഞാനും അക്കാലത്ത് ഡൽഹിയിൽ ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപന കമ്മീഷന്റെ മെമ്പർ എന്നുള്ള നിലയിലുണ്ടായിരുന്നു. പകരക്കാരനില്ലാത്ത അമരക്കാരനാണ് PT എന്ന് അദ്ദേഹം പറഞ്ഞു. കാലത്തിനു മുമ്പേ സഞ്ചരിച്ച കർമ്മയോഗിയായിരുന്നു. സ്വന്തം മരണാനന്തര കർമ്മത്തിന് തിരക്കഥ എഴുതിയ അദ്ദേഹം നമ്മുടെ നാടിന്റെ നഷ്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PT-യുമായി സഹവർത്തിത്വം പുലർത്താനായത് ജീവിതത്തിൽ ഭാഗ്യമായി കാണുന്നതായി മുഖ്യപ്രഭാഷണം നടത്തിയ സാമൂഹ്യ നിരീക്ഷകൻ ഡിജോ കാപ്പൻ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ PT കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഇച്ഛാശക്തിയെ മുൻനിർത്തി റോബിൻ ബസ് ഉടമ ഗിരീഷിന് നൽകി. PT തന്റെ പോരാട്ടത്തിൽ പ്രചോദനമാണെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി അദ്ദേഹം പറഞ്ഞു. PT സ്റ്റഡി സെന്റർ ചെയർമാൻ മനോജ് കോക്കാട്ട് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ദിവ്യരക്ഷാലയത്തിനുള്ള മെഡിക്കൽ സാധനങ്ങൾ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ, TC രാജു തരണയിൽ എന്നിവ ചേർന്ന് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ NK ബിജു, സാജൻ ചുമനിക്കാട്ട്, സജി ചെമ്പകശ്ശേരി, സിബിൻ വർഗീസ്, വ്യാപാര രാഷ്ട്രീയ മേഖലകളെ പ്രതിനിധീകരിച്ച് ഫ്രണ്ട്സ് വിജയൻ, ഫ്രാൻസിസ് കുറുന്തോട്ടിക്കൽ, ദിവ്യരക്ഷാലയം ഡയറക്ടർ ബ്രദർ ടോമി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. മാത്യു വർഗീസ്, ഡൊമിനിക് പാണങ്കാട്ട്, TL അക്ബർ, സിബി കരിങ്കുന്നം, ബ്രദർ ടോമി മാത്യു, ശാലിനി, ബീന ജോളി, നൈറ്റ്സി കുര്യാക്കോസ്, ജിസൺ വെള്ളിയാമറ്റം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. JCI തൊടുപുഴ ഗ്രാൻഡിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് തൊടുപുഴ ലാലാലാൻഡ് കേക്ക് ഷോപ്പുമായി സഹകരിച്ച് നടത്തിയ ക്രിസ്മസ് കരോൾ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് മുനിസിപ്പൽ പാർക്കിൽ സമാപിച്ചു.
തൊടുപുഴ വിജ്ഞാന മാതാപ്പള്ളി വികാരി റവറന്റ് ഫാദർ തോമസ് വിലങ്ങുപാറയിൽ ക്രിസ്മസ് ദിന സന്ദേശം നൽകി. തൊടുപുഴ സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ ആർ കരോൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് കേക്ക് മുറിച്ചു. തൊടുപുഴ ടൗണിൽ കേക്കുകൾ വിതരണം ചെയ്തും പരസ്പരം ആശംസകൾ നേർന്ന് സ്നേഹവും പങ്കുവച്ചാണ് JCI തൊടുപുഴ ഗ്രാൻഡ് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം നടത്തിയത്. തൊടുപുഴ വിജ്ഞാന മാതാപ്പള്ളി വികാരി റവറന്റ് ഫാദർ തോമസ് വിലങ്ങുപാറയിൽ ക്രിസ്മസ് ദിന സന്ദേശം നൽകി. ഈ ക്രിസ്മസ് ദിനത്തിന് അതിനൊരുക്കമായിട്ട് ഈ കരോൾ യാത്ര നടത്തുമ്പോൾ ഈശോയുടെ ആ ഒരു ജനനത്തിൻ്റെ സന്ദേശവും അതിനേക്കാൾ ഉപരിയായിട്ട് സന്മനസ്സുള്ളവരുടെ ഒരു കൂട്ടായ്മയുടെ സന്ദേശ യാത്രയാണ് ഇന്നിവിടെ തുടർന്ന് കുറിക്കുവാനായിട്ട് പോകുക. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ, അതോടൊപ്പം തന്നെ ഉണ്ണീശോ പിറക്കാൻ പോകുന്നതിൻ്റെ വലിയൊരു ഒരുക്കത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം എല്ലാവർക്കും പ്രത്യേകമായിട്ട് നേരുന്നു. ലാലാലാൻഡ് കേക്ക് ഷോപ്പുമായി സഹകരിച്ച് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും മുനിസിപ്പൽ പാർക്കിലേക്ക് സംഘടിപ്പിച്ച കരോൾ തൊടുപുഴ സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ ആർ ഫ്ലാഗ് ഓഫ് ചെയ്തു. ക്രിസ്മസിന് സന്ദേശവുമായി JCI നടത്തുന്ന ക്രിസ്മസ് കരോളിന് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ്റെയും എൻ്റെയും വ്യക്തിപരമായ പേരിലും എല്ലാ മദ്രാസുകളും നേർന്നുകൊണ്ട് ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കി ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാതിരാവിൻ മഞ്ഞേ തീരനായി പാടിന്റെ നാഥൻ പിറക്കുകയായി, പാതിരാവിൻ മഞ്ഞേ തീരനായി പാടിന്റെ നാഥൻ. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് കേക്ക് മുറിച്ച് ആഘോഷത്തിന് തുടക്കം കുറിച്ചു. ക്രിസ്മസ് അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ, പൂർണ്ണതയിലെത്തണമെങ്കിൽ നമ്മൾ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകളിൽ ഊന്നി നിന്ന് മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ്. യേശുദേവൻ ജനിച്ച ജന്മഭൂമിയിൽ വരെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായും തൊടുപുഴ നഗരത്തിന് വളരെ സന്തോഷത്തിലാർത്തിക്കൊണ്ട് തൊടുപുഴ JCI ഗ്രാൻഡ് നടത്തിയ ഈ കരോൾ തൊടുപുഴ നഗരത്തിലെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ഓർമ്മകൾ പിന്നെയും വീണ്ടെടുക്കുകയാണ്. തൊടുപുഴ ടൗണിലൂടെ കേക്ക് വിതരണം ചെയ്ത് സ്നേഹം പങ്കിട്ടു. 100ഓളം പ്രവർത്തകർ അണിനിരുന്ന കരോൾ വളരെ ആകർഷകമായിരുന്നു. JCI തൊടുപുഴ ഗ്രാൻഡ് പ്രശാന്ത് കുട്ടപ്പാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആഘോഷ പരിപാടിയിൽ JCRT ചെയർപേഴ്സൺ ചന്ദന അഖിൽ, JJ ചെയർപേഴ്സൺ നന്ദന പ്രശാന്ത്, JCI തൊടുപുഴ പ്രസിഡന്റ് പ്രശാന്ത് PR, സെക്രട്ടറി JC അനിൽകുമാർ, ട്രഷറർ ജോഷ് ജോർജ്, പ്രോഗ്രാം ഡയറക്ടർമാരായ ജോൺ PD, ജെസ് ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പെൺകുട്ടിയുടെ ഭവന സന്ദർശനത്തിന് ശേഷം പ്രതിഷേധ റാലിയോടെയാണ് പ്രതിഷേധ സംഗമത്തിന് തുടക്കമായത്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ട കേസിൽ പുനരന്വേഷണം നടത്തി പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൺകുട്ടിയുടെ ഭവന സന്ദർശനവും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പെൺകുട്ടിയുടെ ഭവനം സന്ദർശിച്ച് മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുകയും കുടുംബത്തിന് നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ കൊലപാതക കേസിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ മാത്രമേ കുടുംബത്തിന് നീതി ലഭ്യമാകുകയുള്ളൂ എന്നും മുസ്ലിം ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. നല്ല നിഷ്പക്ഷമായ ഏജൻസികളെ ഇതിൻ്റെ അന്വേഷണം ഏൽപ്പിച്ച് പ്രതിയെ ശിക്ഷിക്കുക തന്നെ വേണം. എന്നാലേ കേരളീയ മനസാക്ഷിക്കേറ്റ ഈ ആഘാതത്തിൽ നിന്ന് നമുക്ക് മോചിതരാകാൻ കഴിയും. ഭവന സന്ദർശന ശേഷം വണ്ടിപ്പെരിയാർ ചൂരക്കുളം കവലയിൽ നിന്നും പ്രതിഷേധ റാലിയോടെയാണ് പ്രതിഷേധ സംഗമത്തിന് തുടക്കമായത്. വണ്ടിപ്പെരിയാർ ടൗണിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് A മുഹമ്മദ് ഷാജി സ്വാഗതം ആശംസിച്ചു.
പ്രതിഷേധ സംഗമത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PAM സലാം ഉദ്ഘാടനം ചെയ്തു. പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. എന്ത് മൃഗീയമായ രാക്ഷസീയമായ പ്രവർത്തനങ്ങൾ ചെയ്താലും ഭരണകക്ഷിയാണെങ്കിൽ അവന് സുഖസുന്ദരമായി നിയമവ്യവസ്ഥയിൽ നിന്ന് ഊരിപ്പോരാനുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കും. എത്രമാത്രം അപകടകരമായ അവസ്ഥയാണിത്, എത്രമാത്രം ശോചനീയമായ അവസ്ഥയാണിത്. ഉത്ഭുതം എന്ന് പറയുന്ന കേരളീയ സമൂഹത്തിന് എത്രമാത്രം അപമാനകരമായത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇത്തരമൊരു സംഭവവികാസം ഉണ്ടായിരിക്കുന്നു. പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഗവൺമെന്റ് ജനങ്ങളാൽ വിചാരണ ചെയ്യപ്പെടണം. ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഈ സർക്കാരിനെതിരെ, പ്രോസിക്യൂഷന്റെ വികലമായ നയത്തിനെതിരെ, പ്രതിയെ രക്ഷപ്പെടുത്താൻ പ്രോസിക്യൂഷൻ എടുത്ത നിലപാടുകൾക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനത അതിശക്തമായി പ്രതിഷേധിക്കുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. 6 വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ പ്രതിയെ രക്ഷപ്പെടുത്തുവാൻ സഹായിച്ച ഗവൺമെന്റിനെ ജനങ്ങൾ വിചാരണ ചെയ്യണമെന്ന് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് PMA സലാം പറഞ്ഞു. മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം TH അബ്ദുൾ സമദ് വിഷയാവതരണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം, വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാട്ട്, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് PH സുധീർ, വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷഹന ജാഫർ, വനിതാ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബീമ അനസ്, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി KPK ഫൈസൽ, മറ്റു ഭാരവാഹികളായ PN അബ്ദുൾ അസീസ്, റഫീഖ് മണിമല, മുഹമ്മദ് മൗലവി, അഡ്വക്കേറ്റ് നഫീസ ഷീന പടിഞ്ഞാറ്റക്കര തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. തൊടുപുഴ മൈനോറിറ്റി കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട്ടുകവലയിൽ PT തോമസ് അനുസ്മരണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. PT-യുടെ അകാല വേർപാട് കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല കേരളീയ സമൂഹത്തിനും ഒരു തീരാനഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിയോജക മണ്ഡലം പ്രസിഡന്റ് S ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. അകാലത്തിൽ വിട പറഞ്ഞ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന PT തോമസ് അനുസ്മരണം തൊടുപുഴ മൈനോറിറ്റി കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മങ്ങാട്ടുകവലയിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ നിർവഹിച്ചു. PT തോമസ് അതുപോലെയുള്ള ഒരു നേതാവാണ്. ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് മുതിച്ചുയരുന്ന അസാമാന്യ രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തിന്റെ ജീവിതം, ചരിത്രം അത് ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരുപാട് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. പഠിക്കാൻ ബഹുസമർത്ഥം. രാഷ്ട്രീയത്തിലെത്തിയപ്പോ അതിന്റെ ഉന്നതങ്ങളിലേക്ക് കടന്നു കയറാൻ ആരെക്കാളും യോഗ്യനാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞ പ്രതിഭാശാലി. സ്കൂളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുമ്പോൾ ഓടി നടന്ന പ്രസംഗ മത്സരങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ അതുല്യവാഗ്മി. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഈ സമൂഹത്തിന് PT തോമസിൻ്റെതായി ഓർക്കാനും സ്മരിക്കാനും. PT-യുടെ അകാല വേർപാട് കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല കേരളീയ സമൂഹത്തിനും ഒരു തീരാനഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിയോജക മണ്ഡലം പ്രസിഡന്റ് S ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറിമാരായ VA താജുദ്ദീൻ, ഷിബില സാഹിബ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PJ അവിര, മണ്ഡലം പ്രസിഡന്റുമാരായ രാജേഷ് ബാബു, സെബാസ്റ്റ്യൻ മാത്യു, മാർട്ടിൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ടോമി പാലക്കൻ, ഫ്രാൻസിസ്, ശാലിനി ശശി, PA ഷാഹുൽ ഹമീദ്, അക്ബർ TL, ജേക്കബ് സോജൻ, KG സജിമോൻ, റോബിൻ മൈലാടി, VA നിസാർ, നാസർ പാലമൂടൻ, അബ്ദുൽ ഖാദർ, CM മുനീർ, ഷാനു ഷാഹുൽ, ജോസൂട്ടി, സെബാസ്റ്റ്യൻ കെ ജോസ്, ഫൈസൽ, നസീർ, ഷാജി, ഹാരിസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തിരുപ്പിറവിയുടെ സന്ദേശവുമായി തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ശ്രദ്ധേയമായി. കോളേജിലെ 15ഓളം ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കരോൾ ഗാനങ്ങളും ദൃശ്യാവിഷ്കാരങ്ങളുമായി അണിചേർന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ്, ബെർസാർ ഫാദർ ബെൻസൺ ആന്റണി എന്നിവർ ആശംസകൾ നേർന്നു. രാത്രി
രാത്രി രാത്രി സുന്ദര രാത്രി തൊടുപുഴ ന്യൂമാൻ കോളേജിൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് സ്വാഗതം. 15 ഡിപ്പാർട്ട്മെൻറ്റുകൾ അണിനിരക്കുന്ന കരോൾ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഘോഷപൂർവമായ ക്രിസ്മസ് അനുസ്മരണ റാലിയും അതോടൊപ്പം തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കരോൾ ഗാന മത്സരവും പാപ്പ മത്സരവും ക്രിസ്മസ് സന്ദേശ മത്സരവും എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശമേകുന്ന ഈ ക്രിസ്മസിന് പിറവി തിരുനാൾ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ന്യൂമാൻ കോളേജിൻ്റെ വലിയ സമൂഹ നിർമ്മാണ പങ്കാളിത്തത്തിൽ പങ്കാളികളാകുന്ന സുമനസ്സുകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു. നന്ദി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ NGOകളുടെ സഹകരണത്തോടെ 26-ന് മൂൺലൈറ്റ് വാക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യ വിമുക്തമായി പ്രഖ്യാപിക്കുവാൻ ജനുവരി 19-ന് ചേരുന്ന മാലിന്യ വിരുദ്ധ മനുഷ്യച്ചെങ്ങലയുടെ സന്ദേശവും മൂൺലൈറ്റ് വാക്ക് പ്രചരിപ്പിക്കും. ചന്ദ്രൻ ഏറ്റവും കൂടുതൽ പ്രകാശം ചൊരിക്കുന്ന ദിവസമായ ഡിസംബർ 26-നാണ് മൂൺലൈറ്റ് വാക്ക് തിരഞ്ഞെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം ഒരു യാത്ര നടത്തുന്നതെന്നും അവർ പറഞ്ഞു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം വികസന സാധ്യതകളെ പൊതുസമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിക്കുന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ NGOകളുടെ സഹകരണത്തോടെ മൂൺലൈറ്റ് വാക്ക് നടത്തുന്നത്. ചന്ദ്രൻ ഏറ്റവും കൂടുതൽ പ്രകാശം ചൊരിക്കുന്ന ദിവസമായ ഡിസംബർ 26 ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വൈകിട്ട് 6-ന് സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി മുതൽ 3000 അടി വരെ ഉയരത്തിലുള്ള ഉപ്പുകുന്ന മലനിരകളിൽ തുടങ്ങി 8 കിലോമീറ്റർ കാൽനടിയായി സഞ്ചരിച്ച ചെപ്പുകുളം ഇരുകല്ലുംമുടിയിൽ യാത്ര അവസാനിക്കും. ഉപ്പുകുന്നിലെ വിവിധ വ്യൂ പോയിന്റുകളായ അരുവിപ്പാറ, മുറുംകെട്ടിപ്പാറ, മൂലക്കാട്, ചെപ്പുകുളം CSI പള്ളി വഴിയാണ് ഇരുകല്ലുംമുടിയിൽ എത്തിച്ചേർന്നത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു നിലാവെളിച്ച രാത്രി നടത്തം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യ വിമുക്തമായി പ്രഖ്യാപിക്കുവാൻ ജനുവരി 19-ന് ചേരുന്ന മാലിന്യ വിരുദ്ധ മനുഷ്യചങ്ങലയുടെ സന്ദേശവും മൂൺലൈറ്റ് വാക്ക് പ്രചരിപ്പിക്കും. ഡിസംബർ മാസം 26-ാം തീയതി നമുക്കറിയാം പൂർണ്ണ ചന്ദ്രനുള്ള ഏറ്റവും കൂടുതൽ നിലാവെളിച്ചമുള്ള ഒരു ദിവസമാണ്. അന്ന് രാത്രി ചന്ദ്രന്റെ വെളിച്ചത്തിൽ ഈ പ്രധാനപ്പെട്ട ചില ടൂറിസം ഡെസ്റ്റിനേഷനുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു രാത്രി നടത്തം ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമാണ് എന്നാണ് ഞങ്ങളുടെ ഒരു അറിവ്. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരം പരിപാടികൾ നടത്തുന്നതും ആദ്യമായിട്ടാണ്. അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പ്രദേശം സമുദ്രത്തിൽ 2500 അടിക്ക് മുകളിലുള്ള പ്രദേശങ്ങളാണ്. അവിടെ വന്നിട്ടുള്ള ആളുകൾക്കറിയാം വളരെ സുന്ദരമായ കുറേയേറെ കാഴ്ചകൾ
ഡാർജിലിംഗ് പോലെയൊക്കെയുള്ള വലിയ ടൂറിസം പ്രദേശത്ത് വാഗമണിന് സമാനമായിട്ടുള്ള മഞ്ഞ് വീഴുന്ന വലിയ കാലാവസ്ഥാ മേഖല ആ പ്രദേശങ്ങളിലുണ്ട്. അപ്പോൾ ഇത് ഒന്ന് പരിചയപ്പെടുത്തുകയും ഉടുമ്പന്നൂരിൻ്റെ ഈ സാധ്യതകളെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്നത്. മൂൺലൈറ്റ് വാക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി ഡിസംബർ മാസം 26-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ശേഷം ഉപ്പുകുന്നിലെ അവിടെ അരുവിപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അരുവിപ്പാറ പോയിന്റിൽ നിന്നും ആരംഭിച്ച് 2-3 സ്ഥലം ഉപ്പുകുന്ന് വ്യൂ പോയിന്റ് ഉണ്ട്, ഉണക്കൊട്ടിപ്പാറ വ്യൂ പോയിന്റ് ഉണ്ട്, മൂലക്കാട്, അതുവഴി ചെപ്പുകുളം എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഇരികല്ലുമുടി വെള്ളിയാമറ്റ പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ്. അവിടെയും നല്ല ഒരു വ്യൂ ആണ്. നമുക്ക് ഒട്ടേറെ പ്രദേശങ്ങളുടെ വ്യൂ കിട്ടുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് വന്നു പോകുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ. അപ്പം അതിനൊന്ന് ഒരു പഞ്ചായത്തിൻ്റെതായ ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ആരംഭിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ്, വൈസ് പ്രസിഡന്റ് ബിന്ദു രവീന്ദ്രൻ, വിവിധ സ്ഥിരം സമിതി അധ്യക്ഷരായ ബീന രവീന്ദ്രൻ, ശാന്തമ്മ ജോയ്, സുലൈഷ സലീം, സെക്രട്ടറി KP യശോധരൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഫ്രാൻസിസ് കുന്നപ്പള്ളി, കൺവീനർ TG മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മീറ്റർ റീഡിംഗിൽ അമിത തുക രേഖപ്പെടുത്തിയ വൈദ്യുതി ബില്ല് അടയ്ക്കാത്ത ഗാർഹിക ഉപഭോക്താക്കളുടെ ഫ്യൂസ് ഉരുവാനെത്തി KSEB അധികൃതർ. KSEBയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക് പണം നൽകില്ലെന്ന നിലപാടുമായി ഉപഭോക്താക്കൾ ഫ്യൂസ് ഉരുവാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്, കൗൺസിലർ K ദീപക് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. തൊടുപുഴ നഗരസഭയിലെ 3-ാം വാർഡ് വേങ്ങത്താനത്ത് ഇന്ന് ഉച്ചയോടെയായിരുന്നു ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം. വൈദ്യുതി ബിൽ കുടിശ്ശിക വരുത്തിയെന്നും ഇത് അടയ്ക്കാത്തവരുടെ എല്ലാം ഫ്യൂസ് ഉരുവെന്നും പ്രഖ്യാപിച്ചെത്തിയ KSEB ഉദ്യോഗസ്ഥർ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വൻ പ്രതിഷേധം ഉയർന്നതോടെ വെട്ടിലായി. പ്രദേശത്തെ 18ഓളം കുടുംബങ്ങൾ വൈദ്യുതി ബിൽ അടയ്ക്കാതെ കുടിശ്ശിക വരുത്തിയെന്ന് ആരോപിച്ചായിരുന്നു KSEB അധികൃതരുടെ നടപടി. വർഷങ്ങളായി ചെറിയ തുകയുടെ ബില്ലുകൾ മാത്രം അടച്ചിരുന്ന പ്രദേശത്തെ ഉപഭോക്താക്കൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് 10,000 ബില്ല് കിട്ടിയതോടെയാണ് കുടിശ്ശികക്കാരുടെ പട്ടികയിൽ കയറിക്കൂടിയത്. തൊടുപുഴ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും അന്ന് സമാനമായ രീതിയിൽ നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ഉപഭോക്താക്കൾ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ മീറ്റർ റീഡിംഗ് എടുത്തിരുന്ന താൽക്കാലിക ജീവനക്കാർ ഇവിടങ്ങളിൽ തട്ടിപ്പ് നടത്തിയതായി സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് ഈ ബിൽ തുകകൾ തൽക്കാലം അടയ്ക്കേണ്ടെന്നും നിലവിൽ വരുന്ന ബില്ലുകൾ കൃത്യമായി അടച്ചാൽ മതിയെന്നും അധികൃതർ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ ഇതിന് വിപരീതമായി പുതുതായി അടച്ച ബില്ലുകൾ പഴയ ബില്ലിൽ വകയിരുത്തിയതോടെ പുതിയ ബില്ലുകൾ കുടിശ്ശികയായി കണക്കിൽപ്പെടുത്തുകയും ചെയ്തു. വളരെ ജെന്യുവനായിട്ടുള്ള കാര്യം ഇവിടെ ആളുകൾ പറയണത് 60,000 രൂപ ബില്ല് അടയ്ക്കാൻ പറഞ്ഞാൽ പറ്റുമോ? 25,000, 30,000, 40,000 ബില്ല് വന്നേക്കണോ? ആ ബില്ല് അടയ്ക്കാൻ പറ്റുമോ? നിങ്ങൾക്കും അറിയാം, കൃത്രിമം കാണിച്ച KSEBയിൽ മുമ്പുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാ, അവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ലേ? നല്ല മാന്യന്മാരാണ് സസ്പെൻഡ് ചെയ്യുമോ? കള്ളന്മാരായതുകൊണ്ട് സസ്പെൻഡ് ചെയ്ത ഇവിടെ കൃത്രിമം നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിങ്ങൾക്കറിയാം, അവന്മാരെ അടക്കം സംരക്ഷിക്കാൻ കുറെ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ശിക്ഷ നടപടി അല്ല. സസ്പെൻഷൻ മീൻസ് ശിക്ഷ നടപടി അല്ല. അല്ല, സസ്പെൻഡ് ചെയ്തോ? അന്വേഷണ സസ്പെൻഡ് ചെയ്തോ? കുഴപ്പമിവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. അവരെ സംരക്ഷിക്കാനുള്ള ഇവിടെ കുഴപ്പമുണ്ടായതുകൊണ്ടാണ് സസ്പെൻഷൻ ഉണ്ടായത്. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കുഴപ്പമുണ്ടായേക്കണോണ്ടാണ്. അതെ, സസ്പെൻഷൻ പറഞ്ഞാൽ അയാളെ മാറ്റി നിർത്തി അന്വേഷിക്കുന്നു. കുറ്റമില്ലെങ്കിൽ അയാളെ ഞങ്ങള് പറഞ്ഞ അന്വേഷിച്ച് തീരുമാനം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ പരാതി, ഇത്ര ആളുകളുടെ പരാതി ഉണ്ട്, ഞാനടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം പാലിച്ച് ബില്ലടച്ചവരുടെ ഫ്യൂസ് വരുന്ന നടപടി അംഗീകരിക്കില്ലെന്നും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും സമരത്തിന് നേതൃത്വം നൽകിയ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് വ്യക്തമാക്കി. 18 വീടുകളിലാണ് 40,000, 60,000 രൂപ കറണ്ട് കാശ്. ഒരു ഫ്രിഡ്ജും TV ഇല്ലാത്ത വീട്ടിൽ വരെ 18,000 രൂപ, 20,000 രൂപ കറണ്ട് കാശ് വന്നിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. ഇന്ന് KSEB ഉദ്യോഗസ്ഥർ പണം അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ കട്ട് ചെയ്യുമെന്നും പറഞ്ഞ് ഇവിടെ എത്തിയിരിക്കുക. ഈ 18 വീട്ടുകാരുടെ കുറ്റം കൊണ്ടല്ല, അവരെ ഉപയോഗിച്ച കറണ്ടിൻ്റെ ഉദ്യോഗസ്ഥരുടെ കയ്യിലിരുന്ന വീഴ്ച, അല്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ വീഴ്ച, ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നെയും ഈ 60,000 രൂപ ഈ കസ്റ്റമർ അടയ്ക്കണമെന്നും പറഞ്ഞ് ഇന്ന് ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ഈ 18 വീടുകളിലെ ഈ അമിതമായി വന്നിരിക്കുന്ന തുകയ്ക്ക് KSEB ബോർഡ് തന്നെ ഒരു പരിഹാരം കണ്ടെത്തി ഈ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് വേണ്ട ഇളവ് ചെയ്തു കൊടുക്കുകയും ചെയ്യാതെ ഇവിടെ കറണ്ട് കട്ട് ചെയ്യണമെന്നും പറഞ്ഞ് KSEB ബോർഡിൽ നിന്ന് ഒരുത്തിനും ഇവിടെ വന്നാൽ തിരിച്ചു പോകില്ലാത്തൊരവസ്ഥയിലേക്ക് ജനങ്ങളിവിടെ അത്രമാത്രം രോഷാകുലരായിട്ടിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾ, ഈ പ്രദേശത്തുള്ള ആളുകൾ, അവരുടെ 60,000 രൂപ, 70,000 കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു തുക അവരോട് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ കട്ട് ചെയ്യുന്നത് ധിക്കാരപരമായി പറയുന്ന KSEB ബോർഡിൽ എത്ര ഉയർത്ത തസ്തികയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, ഈ 18 കുടുംബങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയല്ല, ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്. അത് രമ്യതയെ പരിഹരിച്ച് തീർത്തില്ലെങ്കിൽ വലിയൊരു ജനരോഷം ഈ ഭാഗത്തുനിന്നുണ്ടാവും. ഈ വാർഡ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. KSEBയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മറിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇക്കാര്യത്തിൽ കോടതി വിധി വരുന്നതുവരെ ഉദ്യോഗസ്ഥർ ഇത്തരം നടപടികളിൽ നിന്ന് പിന്മാറണമെന്നും
മുനിസിപ്പൽ കൗൺസിലർ കെ ദീപക് ആവശ്യപ്പെട്ടു. ഈ ഇവിടുത്തെ 18 പേര് കൂടി ഇപ്പോൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. 19-ാം തീയതി കേസ് പരിഗണനയിലേക്ക് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ചെയർമാൻ ഇപ്പം പിന്നെ ചീഫ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞ കാര്യം ഇതേ ഉള്ളൂ. ഈ 19-ാം തീയതി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യം അതിന് തീരുമാനം ഉണ്ടാവും വരെ ഫ്യൂസ് ഊരുകയോ മറ്റു നടപടികളോ ഉണ്ടാവരുത്. അത് വളരെ ന്യായമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇതിപ്പോൾ ഇന്ന് വന്ന എല്ലാ വീടുകൾക്കിടെയും പിന്നെ ഫ്യൂസ് വരാൻ വേണ്ടി വരിക. അതുപോലെ ഇവിടെ സൂപ്രണ്ട് എടുത്തിട്ടുണ്ട് ഒരു ഗോപകുമാർ എന്ന് പറഞ്ഞാൽ, അവർ ഓരോ ദിവസം ആളുകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പല ആളുകളെ പല കൺസ്യൂമർമാരെ വിളിച്ച് വീടുകൾക്ക് വിളിച്ചിട്ട് അയാൾ പറയുകയാണ്, നിങ്ങളുടെ ഇത് ഫ്യൂസ് കട്ട് ചെയ്യാൻ പോവുകയാണ്, ലൈൻ കട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ KSEBയുടെ ഗുരുതരമായ വീഴ്ച ഉണ്ടായതുകൊണ്ടും അവരുടെ റീഡിങ്ങിൽ വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതുകൊണ്ടുമാണ് ബന്ധപ്പെട്ട മന്ത്രി അടക്കമുള്ള ചെയർമാൻ നേരിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ടതിന് ശേഷം ബന്ധപ്പെട്ട മന്ത്രി ഈ കുറ്റം ആരോപിതരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും അവരെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായ തീരുമാനം ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ വീണ്ടും ഇതുപോലെ രംഗത്ത് വന്നാൽ ഒരു കാരണവശാലും ഇവിടെ ഒരു ഒറ്റ വീട്ടിൽ ഫ്യൂസ് വരാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ വന്നാൽ ഒരു ഉദ്യോഗസ്ഥനോട് നേരെയൊന്നും പോകില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പ്രതിഷേധം ശക്തമായതോടെ KSEB ഉദ്യോഗസ്ഥർ, പോലീസ്, കൺസ്യൂമേഴ്സ് എന്നിവരുമായി നഗരസഭാ ചെയർമാന്റെ ചേംബറിൽ അടുത്ത ദിവസം ചർച്ച നടത്തും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. ചെറുതോണിയിൽ നടന്ന ജനാധിപത്യ സംരക്ഷണ സദസ്സിന്റെ ഉദ്ഘാടനം തൃക്കാക്കര MLA ഉമാ തോമസ് നിർവഹിച്ചു. ഇന്ത്യൻ പാർലമെന്റിലെ 143 പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ച യോഗം തൃക്കാക്കര MLA ഉമാ തോമസ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് പോലും സുരക്ഷയില്ലാതെ മണിപ്പൂരിൽ നടന്ന കലാപത്തിൽ അവിടെ സ്ത്രീകളെ പിച്ചു ചീന്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ എല്ലാം ഒരുപാട് നമ്മൾ കണ്ടിട്ടും അങ്ങനെയൊന്നും സംഭവിക്കാത്ത മട്ടിൽ അതൊന്ന് കാണാൻ പോലും കൂട്ടാക്കാത്ത ഒരു പ്രധാനമന്ത്രി, ഒരു ഫാസിസ്റ്റ് ഭരണം സാധാരണക്കാരനിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ഏകാധിപതി ഭരണമാണ് മോദി സർക്കാർ നടത്തുന്നത് എന്ന് ഉമാ തോമസ് പറഞ്ഞു. AICC അംഗം EM ആഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ച് ജോയ് തോമസ്, ഇബ്രാഹിംകുട്ടി കല്ലാർ, AP ഉസ്മാൻ, സിറിയക് തോമസ്, MD അർജുനൻ, MN ഗോപി, MK പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വെട്ടിമറ്റം വിമല പബ്ലിക് സ്കൂളിൽ വാർഷികാഘോഷം നടത്തി. CMC പാവരാത്മ പ്രൊവിൻസ് വിദ്യാഭ്യാസ കൗൺസിലർ റവറൻഡ് സിസ്റ്റർ മരിയൻ C അധ്യക്ഷത വഹിച്ചു. CKS സെക്രട്ടറിയും തൊടുപുഴ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലുമായ ജോൺസൺ മാത്യു ഉദ്ഘാടനം ചെയ്തു. പൊതുയോഗത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വെട്ടിമറ്റം വിമല പബ്ലിക് സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. CKS സെക്രട്ടറിയും തൊടുപുഴ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലുമായ ജോൺസൺ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് എല്ലാവരോടും തുല്യ സമഭാവനയോടുകൂടി കാണുവാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ തീർച്ചയായും അതൊരു നല്ല വിദ്യാഭ്യാസമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വിമല പബ്ലിക് സ്കൂൾ അപ്രകാരമുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത് എന്ന് ഈ സ്കൂളുമായി എനിക്ക് ബന്ധമുണ്ട്. അതിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു വിദ്യാഭ്യാസം നൽകുന്ന വിമല പബ്ലിക് സ്കൂളിനെ അനുമോദിക്കുവാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പേരൻസിനെ കൊണ്ട് ചെറുതായ ഒരു നിർദ്ദേശം എനിക്ക്, നമ്മുടെയൊക്കെ കുട്ടികൾ 10ാം ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ 12ാം ക്ലാസ്സിന് ശേഷം വിദേശത്തേക്ക് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത, 10ലെ പരീക്ഷയ്ക്ക് വലിയ മാർക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, 12ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും അതുതന്നെ. കാരണം അവർക്ക് ഹയർ സ്റ്റഡീസ് വിദേശത്താണ്, അവിടെ വലിയ മാർക്കിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, നമുക്കറിയുള്ള കാര്യമാണ്. അപ്പോൾ പേരൻസും ഒരു കാര്യം ശ്രദ്ധിക്കുക, വിദേശത്ത് പോകുന്ന, അതായത് ഇവിടെ നിന്ന് വിദേശത്ത് പോകുന്ന കുട്ടികൾ, എൻ്റെ സഹോദരൻ്റെ മോനുമുണ്ട് അവിടെ, അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. വീട്ടിൽ ചെയ്യുവാൻ മടിക്കുന്ന ഒരു പണി പോലും അവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഭക്ഷണത്തിന് ശേഷം സ്വന്തം പാത്രം പോലും കഴുകുവാൻ മടി കാണിക്കുന്ന എൻ്റെ സഹോദരൻ്റെ അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് റിലേറ്റീവിൻ്റെ ഒരു കുട്ടി വിദേശത്ത് പാർട്ട് ടൈം ചെയ്യാതെ പറ്റില്ല. വിദ്യാഭ്യാസമുണ്ട്, നല്ലത് തന്നെ, ഒപ്പം അവർ പാർട്ട് ടൈം ജോബ് കൂടി അവർക്ക് ആവശ്യമാണ്. കാരണം ജീവിത ചെലവ് അത്രമാത്രമുണ്ട്. CMC പാവനാത്മ പ്രൊവിൻസ് വിദ്യാഭ്യാസ കൗൺസിലർ സിസ്റ്റർ മരിയൻ C അധ്യക്ഷത വഹിച്ചു. വെട്ടിമറ്റം സെന്റ് ഫ്രാൻസിസ് ഡി സാലസ് പള്ളി വികാരി ഫാദർ ആന്റണി പുലിമലയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി.
കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റേകി. സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ഡിവീന, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ട്രീസ ജോസ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജെന്നി മരിയ, വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദു ബിജു, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെമീന അബ്ദുൽ കരീം, PTA പ്രസിഡന്റ് സജി ജെയിംസ്, സ്കൂൾ ഹെഡ് ബോയ് മാസ്റ്റർ ജെയിംസ് ജാക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. തൊടുപുഴ AVJ ഫാമിൽ മത്സ്യ വിളവെടുപ്പ് ശനിയാഴ്ച നടക്കും. ആനച്ചാലിൽ ജോളി വർക്കിയുടെ മത്സ്യ വളർത്തൽ കേന്ദ്രത്തിൽ വിളവെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജോളി പറഞ്ഞു. ഞാൻ ഏകദേശം 7 വർഷത്തോളമായി കേരള ഗവൺമെൻറ്റിൻ്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതി പ്രകാരം RISൻ്റെ ഒരു യൂണിറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓർണമെൻ്റൽ കൃഷിയും ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എല്ലാ വിശേഷ അവസരങ്ങളിലുമാണ് ഞങ്ങൾ വിളവെടുപ്പ് നോക്കുന്നത്. വർഷങ്ങളായി ഏകദേശം ഒരു 7 വർഷത്തോളമായി ഒരു വർഷം 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഞങ്ങൾ വിളവെടുപ്പ് നടത്തുന്നുണ്ട്. ഈ ക്രിസ്മസിലേക്കായി നമ്മൾ പിടിക്കാറായി വളർച്ച എത്തിയത് സിലോപ്പിയും വരാലുമാണ്. അത് വരാൽ 400 രൂപ കിലോയ്ക്കും സിലോപ്പി 200 രൂപയ്ക്കുമാണ് കൊടുക്കുന്നത്. ഈ വിഷം ഉപയോഗിച്ച് ഐസും മറ്റും ഉപയോഗിച്ച് വളരെ മോശമായ മീനുകളാണ് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷേ നമ്മളുടെ മീനുകളെ സംബന്ധിച്ച് നമുക്ക് 100% നമ്മൾ തീറ്റ മാത്രം കൊടുത്ത് പ്രകൃതിദത്തമായ രീതിയിൽ അക്വാപോണിക്സ് സിസ്റ്റമാണ്. അതായത് മീൻ കിടക്കുന്ന വെള്ളത്തിലെ വേസ്റ്റുകൾ കംപ്ലീറ്റ് നമ്മൾ ഫിൽറ്റർ ചെയ്ത് അതിൽ വേസ്റ്റെല്ലാം ഒഴിവാക്കി നല്ല വെള്ളത്തിലാണ് വളർത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രോട്ടീൻ കറക്റ്റ് ഓരോ പ്രായത്തിലും അതിൻ്റേതായ അളവിലുള്ള പ്രോട്ടീൻ തീറ്റകൾ കൊടുത്ത് കൃത്യമായി വളർത്തി നമ്മൾ വിളവെടുത്ത് എല്ലാ ആഘോഷവേളകളിലും തലേദിവസമാണ് നമ്മൾ മീൻ വിൽക്കുന്നത്. ഏകദേശം നമുക്ക് ഒരു വിളവെടുപ്പിൽ ഏകദേശം ഒരു 500 കിലോ 1000 കിലോ വരെയൊക്കെ മീൻ കിട്ടാറുണ്ട്. അത് നമുക്ക് ഇവിടെ തന്നെ ആളുകൾ വന്ന് വാങ്ങി പോവുകയാണ് ചെയ്യുക. ഏകദേശം നമ്മളിവിടെ ചെയ്തിരിക്കുന്ന എല്ലാം അക്വാപോണിക്സ് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. 7ഓളം കുളങ്ങളുണ്ട്. അതെല്ലാം തമ്മിൽ ഫിൽറ്ററുകൾ വെച്ച് കണക്ട് ചെയ്ത് മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴുക്കി വിട്ട് ഫിൽറ്റർ ചെയ്ത് തിരിച്ച് പമ്പ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വരാലുണ്ട്, സിലോപ്പിയുണ്ട്. വാള ഈ വർഷം കൊടുക്കാനില്ല, ഇപ്പം വളർന്നു വരുന്നേ ഉള്ളൂ. പിന്നെ ഗൗരാമി മീനും വളർത്തുന്നുണ്ട്. സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ നിലവിൽ തീറ്റയ്ക്കും സബ്സിഡി കിട്ടുന്നുണ്ട് ഗവൺമെൻറ്റിൽ നിന്നും. കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലം നയിക്കുന്ന അതിജീവന യാത്രയ്ക്ക് മുട്ടം ജംഗ്ഷനിൽ സ്വീകരണം നൽകി. സ്വീകരണത്തിന് രൂപത പ്രസിഡന്റ് ഇമാനുവൽ നിധിരി, രൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഫാദർ ജോർജ് വർഗീസ് ഞാർക്കുന്നിൽ തുടങ്ങി നിരവധി ആളുകൾ നേതൃത്വം നൽകി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലം നയിക്കുന്ന അതിജീവന യാത്രയ്ക്ക് മുട്ടം ജംഗ്ഷനിൽ സ്വീകരണം നൽകി. എങ്ങനെയാണ് ഭരണം കൊണ്ടുപോകേണ്ടതെന്ന് അറിയാത്ത മന്ത്രി നമ്മുടെ അപേക്ഷകൾ തിരസ്കരിക്കാൻ കാരണം ഖജനാവിൽ പണമില്ലാത്തത് കൊണ്ടാണ്. ഈ സമയത്ത് കത്തോലിക്ക കോൺഗ്രസിനും കത്തോലിക്ക സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാൻ, ഈ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഭരണകൂടങ്ങൾ മണ്ടന്മാരാകുമ്പോൾ, ഉപദേശകർക്ക് ബുദ്ധിയില്ലാതെയാകുമ്പോൾ നമുക്കൊരു പാരമ്പര്യമുണ്ട്. ഈ രാജ്യത്ത് വിദ്യാഭ്യാസമില്ലാത്ത കാലത്ത് അറിവില്ലാത്തവരെല്ലാവരെയും ഒരു ബെഞ്ചിലിരുത്തി പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് ഈ രാജ്യത്തെ കെട്ടിപ്പടുത്ത കത്തോലിക്ക സഭയ്ക്കും കത്തോലിക്ക സമുദായത്തിനും ഉത്തരവാദിത്വമുണ്ട്. സ്വീകരണത്തിന് രൂപത പ്രസിഡന്റ് എമ്മാനുവൽ നിതീരി, രൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഫാദർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ, ഫാദർ ജോൺ പാളിത്തോട്ടം, ഫാദർ ജോസഫ് കുറുമുട്ടം, രൂപത ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം, എഡ്വിൻ പാമ്പാറ, ജിമ്മി മ്ലാക്കുഴി, സന്തോഷ് വാതല്ലൂർ, ജോസ് മറ്റത്തിനാനിക്കൽ, ജിൽജിത്ത് പെരുമ്പഴപ്പൊതിയിൽ, സീമ സെബാസ്റ്റ്യൻ കുഴിപ്പള്ളിൽ, ആൻസമ്മ സാബു, ഫ്രാൻസിസ് കരിമ്പാനിയിൽ, ജോസഫ് മലയിൽ, MM ജേക്കബ്, ജിസ്മോൻ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുട്ടം. അഭിനയം പഠിക്കാൻ തൊടുപുഴക്കാർക്ക് ഇതാ ഒരു സുവർണാവസരം. കഴിഞ്ഞ 9 വർഷക്കാലമായി സിനിമ, അഡ്വർടൈസിംഗ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന വയലറ്റ് ഫ്രെയിംസ് തൊടുപുഴയിൽ ഒരു ദിവസത്തെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. സിനിമ, സീരിയൽ അഭിനയ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രയോജനപ്രദമാകും ഈ ആക്ടിംഗ് വർക്ക്ഷോപ്പ്. ഡിസംബർ 27 തൊടുപുഴയിലുള്ള ഹോട്ടൽ സീസർ പാലസിൽ വെച്ചാണ് ആക്ടിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത്.
അഭിനയം പഠിക്കാൻ തൊടുപുഴക്കാർക്കിതാ ഒരു സുവർണ അവസരം. കഴിഞ്ഞ 9 വർഷക്കാലമായി സിനിമ, അഡ്വർടൈസിംഗ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന വയലറ്റ് ഫ്രെയിംസ് തൊടുപുഴയിൽ ഒരു ദിവസത്തെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. സിനിമ, സീരിയൽ അഭിനയ രംഗത്തേക്ക് കടന്നുവരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രയോജനപ്രദമാകും ഈ ആക്ടിംഗ് വർക്ക്ഷോപ്പ്. ഡിസംബർ 27 തൊടുപുഴയിലുള്ള ഹോട്ടൽ സീസർ പാലസിൽ വെച്ചാണ് ആക്ടിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത്. 2014 സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും കഴിഞ്ഞ 30 വർഷത്തെ നാടകരംഗത്തെ അഭിനയ പരിചയവുമുള്ള പ്രശസ്ത സീരിയൽ സിനിമാ താരം അമൽ രാജ്ദേവാണ് ആക്ടിംഗ് ട്രെയിനർ. നമസ്കാരം, ഞാൻ അമൽ രാജ്ദേവ്. ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റിയുള്ള ഒരു മീഡിയമായി സിനിമ മാറിയിരിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ സിനിമയുടെ ക്യാമറയുടെ മുന്നിലോ പിന്നിലോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാത്തവർ വളരെ കുറവാണ്. ഏതെങ്കിലും വിധത്തിൽ സിനിമയിൽ എത്തിപ്പെട്ടാൽ അത് നിലനിർത്തി കൊണ്ടുപോകുവാൻ അതിലേറെ പ്രയാസവും. എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാലും അത് തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ ഏറ്റവും പ്രധാനം നമ്മുടെ അറിവും സിദ്ധിയും പരിശീലനവും. ഇതൊരു സുവർണാവസരമാണ്. വയലറ്റ് ഫ്രെയിംസ് ഡിസംബർ 27 ഒരു ഒൺ-ഡേ ആക്ടിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. തൊടുപുഴയിലെ ഹോട്ടൽ സീസർ പാലസിൽ വെച്ച് നടത്തുന്ന ഈ ഒൺ-ഡേ ആക്ടിംഗ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആക്ടിംഗ് ട്രെയിനറായിട്ട് ഞാനും ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കുക. ചക്കപ്പഴം എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് അമൽ രാജ്ദേവ്. 10ാം ക്ലാസ് മുതൽ PG വരെയുള്ള വിദ്യാർത്ഥികൾക്കും അഭിനയരംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാവുന്നതാണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും ക്ലാസ് നടത്തപ്പെടുന്നത്. ബേസിക് ആക്ടിംഗ് തിയറി ക്ലാസും പ്രാക്ടിക്കലും ഉൾപ്പെടുന്നതായിരിക്കും ക്ലാസ്. സിനിമ, സീരിയൽ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും ആക്ടിംഗ് പാഷനായിട്ടുള്ളവർക്കും ആക്ടിംഗ് സ്കിൽ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് വയലറ്റ് ഫ്രെയിംസിൻ്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പകരക്കാരനില്ലാത്ത അമരക്കാരനാണ് PT എന്ന് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. തൊടുപുഴ മൈനോറിറ്റി കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട്ടുകവലയിൽ PT തോമസ് അനുസ്മരണം നടത്തി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ NGOകളുടെ സഹകരണത്തോടെ 26-ന് മൂൺലൈറ്റ് വാക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫ്യൂസ് ഊരുവാനെത്തിയ KSEB അധികൃതരെ തടഞ്ഞ് ഉപഭോക്താക്കളും നഗരസഭാ ചെയർമാനും. KSEBയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക് പണം നൽകില്ലെന്ന നിലപാടുമായി ഉപഭോക്താക്കളും KSEB ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.